കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അനുഭവങ്ങൾ, ഓരോ ഭക്തന്മാർക്കും ഉണ്ടായ അനുഭവങ്ങൾ മറ്റ് ഭക്തന്മാരിലേക്ക് പകർന്നു കൊടുക്കുകയും ആശ്രമത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളും അവിടുത്തെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മറ്റ് ഭക്തന്മാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ചിന്താലയ ഗുരുവിഷൻ ചാനൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ അതിഥികളെ കൊണ്ടുവന്ന്, ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള അതിഥികളെ കൊണ്ടുവന്ന് മറ്റുള്ളവരിലേക്ക് അവരുടെ അനുഭവങ്ങളും ആശ്രമ പ്രവർത്തനങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്തു പോകുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ചിന്താലയ ആശ്രമം. ചിന്താലയ ആശ്രമം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മൂലസ്ഥാനമാണ്. 3 ആശ്രമങ്ങളുള്ളതിൽ ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സ്ഥലവും കൂടിയാണ് ചിന്താലയ ആശ്രമം, പോത്തൻകോട് കാഞ്ഞാമ്പാറ. ആ ആശ്രമത്തിൻ്റെ ഇന്നത്തെ ചുമതലക്കാരനായ, അതായത് ആശ്രമ കൺവീനറായ ജയോമാർ ആണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. അപ്പോൾ ജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ 28 വർഷക്കാലമായി ആശ്രമവുമായി പ്രവർത്തിച്ച് നിൽക്കുന്ന ആളാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്പെക്ടറായി റിട്ടയർഡ് ചെയ്ത ശേഷം ഇപ്പോൾ പൂർണ്ണമായി ആശ്രമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അണ്ണന് ഈ ചാനലിലേക്ക് നമസ്കാരം, സ്വാഗതം. നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ആശ്രമത്തിൻ്റെ, അതായത് ചിന്താലയം ആശ്രമത്തിൻ്റെ ചുമതലക്കാരനാണ്. ഇവിടുത്തെ നിത്യ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളാണ്. മാത്രമല്ല ആശ്രമത്തിൻ്റെ ചുമതലയും ഏറ്റ് നോക്കുന്ന ആളാണ്. അപ്പോൾ ആശ്രമത്തിലെ വരാനുള്ള സാഹചര്യവും അതുപോലെ ആശ്രമത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. തീർച്ചയായിട്ടും. ഓം ചിന്താലേശായ നമഃ. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തികച്ചും ഒരു വാചകം പോലും പൂർത്തീകരിക്കാൻ കഴിയില്ല, വിതുമ്പാതെ. അതാണ് ഇന്നോളം എൻ്റെ അനുഭവം. ആദ്യമായിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഭഗവാൻ ചിന്താലേശൻ്റെ പാതാരബന്ധങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ആദ്യം തന്നെ താങ്കളോടൊരു നന്ദി പറഞ്ഞുകൊണ്ട്, ഭഗവാനെ ഈ ലോകത്തിൻ്റെ ഭക്തന്മാരുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ പരിചയപ്പെടുത്തുന്നതിനായി താങ്കളുടെ ഈ ഉദ്യമം വളരെ പ്രശംസനീയമാണ്. അത് ആശ്രമ ബന്ധുക്കളൊന്നടങ്കം താങ്കൾക്ക് അത് കടപ്പെട്ടിരിക്കുന്നു. നന്ദിയോടെ അത് സ്മരിക്കുന്നു. ഇന്ന് അങ്ങനെ ഇവിടെ പരിചയപ്പെടുത്തി, യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ആശ്രമത്തിൻ്റെ, ചിന്താലയ ആശ്രമത്തിൻ്റെ കൺവീനർ എന്ന നിലയ്ക്കാണ്. ഓക്കെ, അതിനു മുമ്പ് കൺവീനർ എന്നുള്ള നിലയിൽ ആശ്രമത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഞാൻ അറിയിക്കുന്നതിന് മുന്നായി ഭഗവാനുമായിട്ടുള്ള ചില അനുഭവങ്ങൾ, എനിക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളെങ്കിലും പറയാതെ പോകുന്നത് അനൗചിത്യമാണ്. അതുകൊണ്ട് വളരെ ചുരുക്കം അനുഭവങ്ങൾ, എല്ലാം പ്രേക്ഷകരുടെ മുന്നിൽ, ലോകത്തിൻ്റെ മുന്നിൽ പറയാൻ നമുക്ക് കഴിയില്ല. പലതും
പറയാതിരിക്കാൻ ഭഗവാൻ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞാൻ അടിസ്ഥാനപരമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. 1990 ഞാൻ സർവീസിൽ കയറുകയാണ്. ഞാൻ സർവീസിൽ കയറി ഒരു കമാൻഡോ കോഴ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫായിട്ടാണ്. അങ്ങനെ ജോലി ചെയ്ത് വരുമ്പോൾ ഞാൻ ഈ സ്വാമിയെക്കുറിച്ച് ഞാനൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നടുത്തൊരു സ്വാമിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ല. എനിക്ക് കൂടുതൽ ആ ഏരിയയിലും വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ അമ്പലങ്ങളിൽ പോകും എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആശ്രമങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല. ഇന്നത്തെ നമ്മുടെ ആശ്രമത്തിൻ്റെ സെക്രട്ടറി ശ്രീ ബാലമേനോൻ അന്ന് കെ കരുണാകരൻ സാറിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ്. അദ്ദേഹവും അന്ന് എൻ്റെ ഒരു സഹപ്രവർത്തനായിരുന്ന ഒരു ശ്രീ രമേശൻ, അവർ രണ്ടുപേരും കൂടിയാണ് ഭഗവാനെക്കുറിച്ച് എന്നോട് കൂടുതൽ കാര്യങ്ങൾ പറയുകയും വളരെ അവിചാരിതമായ ഒരു ദിവസം സ്വാമിയെ കാണാനായിട്ട് വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അന്ന് ഫ്രീ ആയിരുന്ന ഞാൻ അവരോടൊപ്പം കാറിൽ കയറി. ആദ്യം പോത്തങ്കോട്ടി ഒന്നും കാണാൻ കഴിഞ്ഞില്ല, അദ്ദേഹം കള്ളിക്കാട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഞങ്ങൾ ആ കാറിൽ തന്നെ സ്വാമിയെ കാണാനായിട്ട് കള്ളിക്കടത്തിയപ്പോൾ തികച്ചും ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്നെത്തപ്പെടുന്നത്. സ്വാമിയുടെ ആല, പഴയ ആല, ഇന്നത്തെ പൂർവാശ്രമം എന്ന് പറയുന്ന ആലയിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ചെന്ന സമയത്ത് എന്നെ അദ്ദേഹം തീരെ നോക്കുന്നില്ലായിരുന്നു, ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ബാലമേനോനോടും കൂടെ വന്ന രമേശനോടും ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്കെന്തോ മനസ്സിലെന്തൊക്കെയോ വരുന്നുണ്ട്. സ്വാമി ഒന്ന് കാണണം അല്ല ഒന്ന് എന്തെങ്കിലും സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നോട് സ്വാമിജി ഒന്നും മിണ്ടുന്നില്ല. അവർ എന്നെ പരിചയപ്പെടുത്തി പോത്തങ്കോട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മിണ്ടുന്നില്ല. എന്തിനോടിലൂടെ ഭക്ഷണമൊക്കെ തന്നു, ചായ വെള്ളമൊക്കെ കുടിച്ച ശേഷം യാത്ര പറഞ്ഞു പോകാനപ്പോൾ എന്നെ ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇങ്ങനെ നോക്കിയത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ വീട്ടിലെത്തിയിട്ട് പിന്നെ വീണ്ടും കാണണം, എനിക്ക് സ്വാമിയുടെ അടുത്ത് വീണ്ടും എത്തണം എന്നൊരു തോന്നൽ ഇങ്ങനെ സ്ഥിരം വന്നുകൊണ്ടേയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ രമേശൻ തന്നെ പറഞ്ഞു, തനിയെ പൊയ്ക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നേരെ പോകാൻ തീരുമാനിച്ചു. ഒരു ദിവസം പെട്ടെന്നിരുന്ന ഓഫുള്ള ദിവസം വൈകുന്നേരത്ത് ഒരു സന്ധ്യ സമയത്ത് ഞാൻ നേരെ പോത്തങ്കോട് ആശ്രമത്തിൽ സ്വാമിജി ഉണ്ടെന്നറിഞ്ഞ് അവിടെ എത്തി. ഇനി ആദ്യമായിട്ടാണ് ആ ഭൂമിയിൽ ഞാൻ എത്തുന്നത്. എനിക്ക് അവിടുത്തെ യാതൊരുവിധ കാര്യങ്ങളും അറിയില്ല. ഞാൻ ചെല്ലുമ്പോൾ ഇന്ന് കാണുന്ന സ്ഥലമില്ല, അവിടെ ഒരു പഴയൊരു വീടായിരുന്നു. അവിടെ താങ്കൾക്കറിയാം എന്തായാലും ആ സ്ഥലം. അവിടെ ഞാൻ ചെന്ന് വാതിക്കൽ നിന്നു. തൊട്ടിപ്പുറത്ത് അമ്പലമായിരുന്നു. അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ട് ഇപ്പുറത്ത് വന്ന് നിന്നു. സ്വാമി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടെയുണ്ടെന്ന് പറഞ്ഞു. ആരോ പറഞ്ഞു. എനിക്കറിയാം അവിടെ ഒരാളെ പോലും പരിചയമില്ലായിരുന്നു. ഒത്തിരി പേര് മണ്ഡപത്തിലിരുന്ന് നാമം ജപിക്കുന്നു. ഞാൻ ഈ വാതിക്കൽ നിൽക്കുമ്പോൾ കുറേ നേരം ഞാനിങ്ങനെ കണ്ടച്ച് നിന്ന് സ്വാമി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ മണിയുടെ കെട്ടു, നാമജപമൊക്കെ കഴിഞ്ഞ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സ്വാമി കതക് തുറക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ പുറത്ത് നോക്കുമ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി. ആരാന്ന് ചോദിച്ചു. ഗൗരവമായ സ്വരത്തിലായിരുന്നു. ആരാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പോത്തങ്കോട്ട് വന്നതാണ്, എനിക്കാരും കാണണ്ട, എനിക്കാരെയും അറിയില്ല എന്ന് പറഞ്ഞ് സ്വാമിജി അകത്ത് കയറി കഥ കടച്ചു. സത്യത്തിൽ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. എനിക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് പോകണോ എന്നൊരു ഒരു ലക്ഷ്യബോധമില്ലാതെ ഞാനിങ്ങനെ നിന്നു. പക്ഷേ എങ്കിലും മനസ്സിലെവിടെയോ ഉറച്ചൊരു തീരുമാനം വന്നു, അത് വീണ്ടും കാണണം, എനിക്ക് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ട് പോകണമെന്ന്. ഞാൻ കുറച്ച് നേരം നിന്നു. ഒരു 15 മിനിറ്റിന് ശേഷം സ്വാമി വീണ്ടും കഥ തുറന്നപ്പോൾ, എന്താ പോയില്ലേ? സത്യത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു വിറയാർന്ന സ്വരത്തിൽ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം മയത്തിലായിരുന്നു സംസാരിച്ച്. അകത്തുനിന്ന് തന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു, സ്വാമിജി ഇരുന്നു. ആരോ ഒരാളകത്തുനിന്ന് ചായയായിട്ട് വന്നു. ഇത് പോത്തങ്കോട്ടം കണ്ടുള്ള പോലീസുകാരനാണെന്ന് പറയുന്നു. എന്തെങ്കിലും കൊടുക്കണം, ചായ വല്ല കൊടുക്കണം. അവിടെ നിന്ന് ചായ കൊണ്ടുവന്ന് ഞാൻ കുടിച്ചു. പിന്നെ തുറന്ന് കാര്യങ്ങളൊക്കെ എന്നോട് വളരെ ഇതായിട്ട് ചോദിച്ചു, എന്താണ്, എവിടെയാണ്, ആരാണ്. അപ്പം ഞാൻ എൻ്റെ കുടുംബം മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ അച്ഛനെ അറിയാമായിരുന്നു. സ്വാമിയുടെ അടുത്ത ബന്ധു അച്ഛൻ്റെ അനിയൻ, സ്വാമിയുടെ അച്ഛൻ്റെ അനിയൻ എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്കെല്ലാവരും അറിയാം, ഞാൻ അവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വളരെ സ്നേഹത്തോടെ ഒരു 5 മിനിറ്റ് സംസാരിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാനും കഴിച്ചിട്ട് പോവുകയും ചെയ്തു.
വീണ്ടും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് എനിക്ക് മനസ്സിൽ വീണ്ടും കാണണം എന്നൊരു ത്വര. അങ്ങനെ വേറൊരു ദിവസം ഞാൻ വീണ്ടും ഒരു 11 മണിക്ക്, അന്ന് ഓഫ് ദിവസമായിരുന്നു, വീണ്ടും വന്ന് വരുമ്പോൾ DGPയുടെ 3 സ്റ്റാറുള്ള വണ്ടി മേളിൽ കിടക്കായിരുന്നു. ഞാൻ താഴേക്ക് ചെന്നു. താഴേക്ക് ചെന്നപ്പോൾ സ്വാമിജി ഇരിക്കണം. സ്വാമിജിയുടെ തൊട്ടിപ്പുറത്ത് ഒരാളിനിരിക്കാനുള്ള ഗ്യാപ്പുണ്ട്. അതിനിപ്പുറത്ത് DGPയുടെ തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മിസ്സസ് ഉണ്ട്. ഞാൻ ചെന്ന് തൊഴുതപ്പോൾ പോലീസുകാരനാണല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ പോലീസുകാരനാണ്, പിന്നെ പുറത്തും കൊണ്ട് നന്നാണ്. ഞാൻ വരണം പിള്ള ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ DGP ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അകത്തേക്ക് പോകും. കാരണം സർവീസ് കാര്യമായതുകൊണ്ട് DGPയുടെ അടുത്ത് അന്ന് ഒരേ ഒരു DGP ഉള്ളൂ, രാധാകൃഷ്ണ സാറായിരുന്നു പേര്. ഞാൻ ഭയന്ന് ഇങ്ങനെ മാറുന്നു. അപ്പം DGPയുടെ അടുത്ത് പറഞ്ഞു ഇത് എൻ്റെ നാട്ടിലുള്ളൊരു പോലീസുകാരനാണ്. DGP എന്നെ ഞാൻ അകത്തേക്ക് കൈ കാണിച്ചു. പിന്നെ ഞാനൊന്നും നോക്കില്ല. ഞാൻ ചെന്നപ്പം ഇപ്പോൾ ഈ മാഡത്തിൻ്റെയും കുറച്ച് അപ്പുറത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഇരിക്കാൻ പോകും. സ്വാമിജി എന്ന് പറഞ്ഞു ഇനി വരണതാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. നേരെ വന്ന് സ്വാമിയുടെ തൊട്ടടുത്തിരുത്തി. അതിൻ്റെ ഇപ്പുറത്തെ DGP ഇവിടെ ഇരുന്നു. ഏതാണ്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്പാർക്ക് വന്നു. അതുവരെ എനിക്ക് വലിയ വേറൊന്നുമില്ലായിരുന്നു, മറ്റ് ചിന്തകളൊന്നുമില്ലായിരുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന സ്വാമിജിക്ക് കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവിയായ DGPയോ ഏറ്റവും താഴെക്കടയിലൊരു പോലീസാണ് ഒരേ ലെവലിൽ അദ്ദേഹം കാണുന്നു. ഞങ്ങളും എല്ലാവരും നിലത്തിരിക്കുന്നു, സ്വാമിജി നിലത്തിരിക്കുന്നു. അന്ന് എൻ്റെ മനസ്സിൽ തുടങ്ങിയ ആ ഒരു സ്നേഹം പറ്റി. അത് പിന്നെ അങ്ങോട്ട് തുടർന്ന് വീണ്ടും കാണണം, ഇടയ്ക്കിടയ്ക്ക് കാണണം എന്നുള്ള തോന്നൽ. ഇടയ്ക്കിടയ്ക്ക് പോകും, കാണും, എന്തെങ്കിലും കഴിക്കും, ഇനി പോരും. പിന്നെ അത് കുറേ നാളിങ്ങനെ ഇടവിട്ട് എൻ്റെ ഡ്യൂറേഷൻ കൂട്ടി വന്നു. എൻ്റെ അച്ഛൻ്റെ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞാണ് അച്ഛൻ മരിച്ചത്. മരണശേഷമാണ് ഞാൻ സ്വാമിയായിട്ട് കൂടുതലെടുക്കാൻ ഇടയായത്. ഇടയെന്ന് പറയുമ്പോൾ ഒരു വേള അത് പറയാമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുന്നു. അച്ഛനിൽ നിന്ന് കിട്ടിയ വാത്സല്യത്തെക്കാൾ ലാളനയും വാത്സല്യവും ഒക്കെ നമുക്ക് കിട്ടി. എപ്പോഴും എനിക്ക് തോന്നി, എനിക്ക് ഒരാശ്രയം, നമുക്കൊരു സെക്യൂരിറ്റി സ്വാമിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ അത് ഞാൻ എൻ്റെ യാത്രകൾ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സത്യത്തിലെ ഒരു ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ മുഹൂർത്തങ്ങൾ എനിക്ക് എൻ്റെ ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും സമയങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തിൽ വളരെ വാത്സല്യത്തോടെ, ചിലത് നമ്മൾ വാക്കുകൾ പറയുന്നതിനേക്കാൾ ഉപരിയാണ് നമുക്ക് അനുഭവിച്ചറിയുന്ന ആ ഒരു സുഖം. താങ്കൾ എന്നെക്കാളും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അതെനിക്ക് ഒരുപാട് സുഖം കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ചില അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ചിലതെങ്കിലും ഇവിടെ പറയാതിരിക്കുന്നത് ശരിയാകില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു. കാര്യം ചിലതൊക്കെ അതിശയോക്തി എന്നതിനേക്കാൾ ഉപരിയായിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഒരുപക്ഷെ പ്രേക്ഷകരോ അല്ലെങ്കിൽ മറ്റ് ഭക്തന്മാരോ കേൾക്കുമോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിപ്പോവും. പക്ഷേ അനുഭവിച്ച ഓരോ ഭക്തനും അത് അനുഭവമായിട്ട് തന്നെ തോന്നും. അത്തരം അനുഭവങ്ങൾ എനിക്കും ധാരാളം എന്ന് ഞാൻ പറയുന്നില്ല, എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാം എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞതുപോലെ. എങ്കിലും ഒരു അനുഭവം ഞാൻ പറയാം. ഒരിക്കലും എനിക്ക് വൈകുന്നേരമായപ്പോൾ നല്ല നടുവേദനയും വയറുവേദനയൊക്കെ വന്നു. വല്ലാത്തൊരു ക്ഷീണവും വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടായി. ഞാൻ നേരെ GG ഹോസ്പിറ്റലിൽ പോയി. അവിടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ യൂറോളജി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇയാൾക്ക് 2 കിഡ്നിയിലും സ്റ്റോണാണ്. 9 mm 8 mm വലിപ്പത്തിൽ 2 സ്റ്റോൺ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത് ഡ്രിപ്പൊക്കെ തന്നു, ടാബ്ലറ്റൊക്കെ തന്നിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ വരൂ, നമുക്ക് കീ ഹോൾ സർജറി നടത്താം. ഓക്കെ സാർ, ഞാൻ ടാബ്ലറ്റൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു, ഇതായി. പിറ്റേന്ന് രാവിലെ ഞാൻ ലീവ് എടുത്തു. ഞാൻ നേരെ സ്വാമിയുടെ അടുത്ത് പോവുകയാണ്. ഒരു 10 മണിയോടുകൂടി ഞാൻ അവിടെ എത്തുമ്പോൾ സ്വാമി ഇരിക്കുന്നു. 4-5 ആൾക്കാരുണ്ട്. വരണം പിള്ളേ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അകലെ ഞാൻ കഴിച്ചു. ശരി, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന പാടെ എനിക്ക് നല്ല ക്ഷീണത്തിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. എന്ത് പറ്റി? മുഖത്ത് നല്ല ക്ഷീണമാണല്ലോ. ഞാൻ പറഞ്ഞ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അല്ലല്ലോ, എന്തോ ക്ഷീണം ഉണ്ടല്ലോ മുഖത്ത്. ഞാൻ പിന്നെ കാര്യം തുറന്നു പറഞ്ഞില്ല, ഞാനൊരു സംഭവം നടന്നു. അയ്യോ, അതൊരു വല്ലാത്ത അസുഖമാണല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വാമി കുറച്ച് നേരം ആലോചിച്ചിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങുകയായിരുന്നു. ഈ പിള്ളേക്ക് നല്ല ഉറക്കം വരുന്നുണ്ടല്ലോ, അപ്പോൾ എവിടെ
പോയി എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണമല്ലോ എന്ന് പറഞ്ഞു. സ്വാമി തന്നെ എണീറ്റു, എൻ്റെ അടുത്ത് എണീക്കാൻ പറഞ്ഞു. തൊട്ടപ്പുറത്തൊരു മുറി, ഇപ്പോഴും നമ്മുടെ ആശ്രമത്തിലുള്ള തന്നെ ഒരു അങ്ങേറ്റത്തൊരു മുറി, അതൊരു കുഞ്ഞു കട്ടിലകത്തുണ്ടായിരുന്നു. സ്വാമി അത് പറഞ്ഞിട്ട് അതിനകത്ത് കയറുന്ന കിടക്കണം, കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുമ്പോൾ അറിയാം. ഞാൻ അകത്തോട്ട് കയറി. ഞാൻ കയറുമ്പോൾ തന്നെ സ്വാമി തന്നെ ആ വാതിൽ പിടിച്ചങ്ങ് അടച്ചു. എന്നിട്ട് ഞാനങ്ങ് കിടന്നു. ഞാൻ അവിടെ കയറി കിടന്നത് മാത്രം എനിക്കറിയാം. ഞാൻ ഉറക്കമല്ല, ഒരു മയക്കമല്ല, ഏതോ ഒരു ലോകത്തിലേക്ക് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല, എനിക്കത് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്ത. പിന്നെ ഞാനത് അക്ഷരാർത്ഥത്തിൽ മയക്കവും ഉറക്കവും ഇല്ല, എനിക്ക് ബോധമുണ്ട് പുറത്തൊക്കെ നടക്കുന്നുണ്ട്, ആരൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ ബഹളം കിച്ചണിൽ, ഇതൊക്കെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ലോകത്തൊന്നും അല്ല, വേറെ ഏതോ ലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരു 12 മണിയോടുകൂടി അവിടെ ആൾക്കാർ ആഹാരം കഴിക്കുന്ന സമയം. സ്വാമി പെട്ടെന്ന് വീണ്ടും വാതിൽക്കൽ വന്നിട്ട്, ഇതിനകത്ത് കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് വാതിൽ പറഞ്ഞിട്ട്, എണീച്ച് വല്ലതൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ചാടി എണീച്ചു. അപ്പോൾ തന്നെ ഞാൻ അപ്പോഴേ ഞാൻ ശരിക്കും ഉണരുന്നത്. എണീറ്റ് പുറത്തു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ക്ഷീണമൊക്കെ വിട്ടോ? ഓ വിട്ടെന്ന് പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ വല്ല പോയി കഴിക്കാൻ പറഞ്ഞു. കഴിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് മൂത്രം കഴിക്കാൻ തോന്നി. ഞാൻ നേരെ ടോയ്ലറ്റിൽ ചെന്ന് എനിക്ക് ശരിക്കും യൂറിൻ പാസ് ചെയ്യാൻ എവിടെയോ ഒരു ബ്ലോക്ക് തോന്നി. എന്തായാലും ഒരു മിനിറ്റ് ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് മൂത്രം പുറത്തേക്ക് വന്നു. ഒപ്പം എൻ്റെ കിഡ്നിയിലുണ്ടായിരുന്ന 2 സ്റ്റോണും പുറത്തു. അതെനിക്ക് ലൈവായിട്ട് കാണാനും കഴിഞ്ഞു. നമ്മൾ വൈറ്റ് ക്ലോസറ്റായിരുന്നു, അതിൻ്റെ ഒരു സൈഡിൽ ഇത് രണ്ടും പറ്റിയത്. ഞാനിത് കുറേ നേരം ഇത് ചെയ്തിട്ട് അത് പതുക്കി എടുത്തു. വേറെ ഇത് കടലാസിൽ പൊതിഞ്ഞിട്ട് നേരെ ഓടി. സന്തോഷമാണോ സങ്കടമാണോ എന്തൊന്നും എനിക്കറിയില്ല, ഒന്നും സംസാരിക്കാനാവാതെ കണ്ണീരൊലിപ്പിച്ച് ഞാൻ അവിടെ വന്നു. സ്വാമിയോട് ഞാൻ ഒന്നും പറയുന്നതിന് മുമ്പ്, എനിക്കിതൊന്നും കാണണ്ട, അതൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നാൽ മതി, പോയി വല്ല കഴിച്ചിട്ട് പോയി വിശ്രമിക്കണം. എൻ്റെ കയ്യിലിരിക്കുന്നത് കല്ലാണ്. അതെ, കിഡ്നിയിലുണ്ടായിരുന്ന 2 കല്ലും പുറത്തു പോയെന്നും അദ്ദേഹം അറിയുന്നു. ഞാൻ ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്, എന്നെ അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് സ്വാമി പോയി ഇരിക്കുകയായിരുന്നില്ല, സ്വാമി ധ്യാനമുറിയിലേക്ക് പോയിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം സ്വാമി ധ്യാനത്തിലായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം സ്വാമി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം. പിന്നെയും അനുഭവങ്ങൾ ഒരുപാടുണ്ട് എനിക്ക് പറയാൻ. ചിലതെനിക്ക് പുറലോകം അറിയിക്കാൻ താല്പര്യമില്ല. പറയണ്ട, കാരണം ഭഗവാന് നമ്മളിപ്പോൾ ഭഗവാന്റെ ഐതിഹ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറയുമെങ്കിലും ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല, അത് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ തന്നെ തീരെ അതിശയോക്തിയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം. ചില വേള നമുക്ക് പോലും തോന്നിപ്പോകും, നമുക്കിങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് പോലും തോന്നിപ്പോകും. ഒറ്റ ഉദാഹരണത്തിന് ഒന്നും കൂടെ ഞാൻ പറയാം. എൻ്റെ ഒരു ബന്ധു ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് മാത്രം. അന്ന് ഞാൻ ഈ പോലീസിൽ കർണാടക മുഖ്യമന്ത്രിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു അടുത്ത ബന്ധു ഹോസ്പിറ്റലിൽ വളരെ മരണശൈലിയിലായിരുന്നു. ശരിക്കും ഡോക്ടേഴ്സ് ഒന്നും മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അവിടുന്ന് എല്ലാ പ്രഷറും കൊടുത്തിട്ടും എല്ലാവരും വിളിച്ച് പറഞ്ഞു മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷേ നോ സ്കോപ്പ് എന്ന് പറഞ്ഞു, ഒരു സാധ്യതയും ഇല്ലയെന്ന് തന്നെ പറഞ്ഞു. അന്ന് ഞാൻ തലേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ വെറുതെ ഞാൻ ഇതേപോലെ പെട്ടെന്നൊന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്കൊന്ന് സ്വാമിയെ കാണുന്നത് തോന്നി. ഞാൻ ഓടി നേരെ, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. വന്നപ്പോൾ സ്വാമി അവിടെ ഇരിക്കുന്നു അതുപോലെ. പോയി ഒന്നും കഴിച്ചില്ല എന്നൊന്നും മുഖം കണ്ടിട്ട് ഞാൻ അവിടെ കഴിച്ചില്ല. ഓടിപ്പോയി മുകളിൽ പോയി കഴിച്ചിട്ട് വരാൻ പോയി. കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ആശുപത്രിയിൽ ഇതൊക്കെ അങ്ങ് മാറും. ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ പിന്നെ കാര്യം പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളാണ്, അതൊക്കെ വലിയ കാര്യമായി ഇതായിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഈശ്വരനെ വിടാൻ നോക്കും. ഈശ്വരൻ തീരുമാനിക്കും, വേറെ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. പോയി വീട്ടിൽ പോകണം, പോയി അമ്മയൊക്കെ കാണണം, ബന്ധുക്കളെ പോയി കാണണം, ആശുപത്രിയിൽ ചെല്ലണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ വീട്ടിൽ ചെന്നു, ഡ്രസ്സ് മാറി അടുത്ത വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നേരെ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴത്തേക്ക് നോർമലാണ്.
മരണശയ്യയിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് നോർമലാണ്. അതും പിന്നെ ഞാൻ അറിയുന്നത് സ്വാമിജി ഒരു ദിവസം ഫുള്ള് ഞാൻ പോയ ശേഷം ധ്യാനമുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇതുപോലെ 100 അനുഭവങ്ങളാണ് ഭഗവാൻ ഓരോരുത്തർക്ക് വേണ്ടി ചെയ്തത്. കാരണം സ്വയം ഇരുന്ന് ദഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഇരിക്കുകയായിരുന്നു സ്വാമിക്ക് വേണ്ടി സ്വാമി ഒന്നും ചെയ്തതായിട്ട് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ അറിവിലും ഇതുപോലെ ഓരോരുത്തർക്ക് എന്തെങ്കിലും വരുന്ന വെച്ചാൽ അവർ പോലും അറിയാതെ ഭഗവാൻ അവരെ ജീവനെ രക്ഷിച്ച്. എന്നാൽ എല്ലാം അവിടെ വന്ന് നിൽക്കുന്ന നല്ലൊരു ശതമാനം പേരും നോക്കിയാൽ ഇതുപോലെ മരണതുല്യമായ അവസ്ഥകൾ പാസ് ചെയ്ത് നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും എത്ര പേര്. പിന്നെ പലരും എന്നോട് പറഞ്ഞു മാറ്റിയിട്ട കേസുകളാണ്. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ മാറ്റി മോർച്ചറിയിൽ കൊണ്ടിടാൻ പോയ കേസുകളാണ് അവിടെ നിൽക്കുന്ന കൂടുതൽ പേരും. ഇത് ഓരോരുത്തർ നമ്മൾ എടുക്കുമ്പോഴും അതറിയാം. ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ അല്ലാതെ തന്നെ ഒരു പരിധിവരെ നമ്മളെല്ലാം മഹാഭാഗ്യവാന്മാർ, വെറും ഭാഗ്യവാന്മാരല്ല, മഹാഭാഗ്യവാന്മാരാണ്. കാര്യം ഇങ്ങനൊരു മഹാത്മാവിൻ്റെ അടുത്ത് ആ ലാളന, ആ കെയറിങ് അത് കിട്ടാൻ നമുക്ക് അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ. അത് വേറെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതെ, അത് ഞാൻ പറഞ്ഞ പോലെ വാക്കുകളിലൊന്നും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയുന്ന സുഖം. ഒരു ചില സമയങ്ങളിൽ നമ്മൾ വളരെ വിഷമിച്ച് പോകുന്ന, നമുക്ക് മനുഷ്യരാണ്, നമ്മുടേതായ ചില ആവശ്യങ്ങളും ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ, അത് ഒഫീഷ്യലായിരുന്നാലും നമ്മുടെ ഫാമിലിയിലായിരുന്നാലും ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളിൽ നിസ്സാരങ്ങളായിരിക്കും എങ്കിൽ പോലും വിഷമിച്ച് ചെല്ലുമ്പോൾ ആ ഒരു നോട്ടം, ഒരു സെക്കൻഡ് ആ ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ അത് മതി നമുക്ക്. അതെ, എല്ലാ മരുന്നും അതിലായി. പിന്നെ വളരെ സൗമ്യമായിട്ട് മറ്റ് നമ്മളിലേക്ക് സ്പർശിക്കാതെ മറ്റ് പല വിഷയങ്ങളും പറഞ്ഞ് നമ്മൾക്ക് സമാധാനം തരുന്നു. ഒരിക്കലും നമ്മളെ ഡയറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. പിന്നെ അറിയാതെ നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും അതും ദൂരെ കൂട്ടി അദ്ദേഹം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് ഒരിക്കലും പറയില്ല. പറയുന്ന മറ്റെന്തെങ്കിലും സംഭവങ്ങളെ ചമ്മിച്ചിട്ടായിരിക്കും നമുക്കത് പൂർണ്ണമായും അപ്പോൾ ബോധ്യമാവും. ഞാനത് ചെയ്തു പോയി തെറ്റാണ്, ഭഗവാൻ എനിക്ക് കാണിച്ചു തരുന്നു, ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മളവിടെ പ്രതിജ്ഞ എടുത്തിട്ട് പോകും. അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചില നല്ല സൂചനകൾ, നമുക്കിപ്പോൾ ഒരു ഡിലമ വരും, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്തൊരു സന്ദർഭത്തിൽ നമ്മളൊന്നും പറയണ്ട, സ്വാമിയുടെ മുമ്പ് ചെന്നിരിക്കുമ്പം അതിന് വേണ്ടിയിട്ടൊരു സൂചന തരും. ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യരുത് എന്നൊരു സൂചന. ഒന്നും നേരിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരാളോടും നിങ്ങളത് ചെയ്യണം, നിങ്ങളിത് ചെയ്യണം എന്ന് പറയില്ല. പക്ഷെ സൂചനകൾ പല രൂപത്തിലും പല ഭാവത്തിലും അദ്ദേഹം പറയാറുണ്ട്. അത് ഞാൻ ഇതുപോലെ നോട്ടമായിരുന്നാലും ചലനത്തിലായിരുന്നാലും എല്ലാം കിട്ടാറുണ്ട്. ഒരുപിടി മുഹൂർത്തങ്ങൾ, നല്ല നല്ല മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എനിക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഭഗവാൻ പലപ്പോഴും എടുത്തു തരുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മൾ അതെ ചില സമയങ്ങളിൽ കയ്യിൽ കരുതി വെച്ച് നമ്മളെ നേരത്തെ പുറത്തെന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുകയോ ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് അത് മാറ്റിവെക്കും. വരുമ്പോൾ ആരും കാണാതെ കയ്യിലേക്ക് തരും. ലാളിത്യം, അത് ഒരു എന്താ പറയുക, അത്രയും കെയർ വേറെ നമുക്ക് ആരെയൊന്നും കിട്ടിയില്ല. ഈ എൻ്റെ സർവീസ് 30 വർഷം സർവീസിൽ എനിക്കൊരിക്കൽ പോലും ഒരു മെമ്മോ പോലും ഞാൻ മേടിച്ചിട്ടില്ല. ഒരു സാധാ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഇൻസ്പെക്ടർ റാങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു മെമ്മോ പോലും വാങ്ങാതെ റിട്ടയർ ചെയ്യുന്നത് ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് മോശകരമായ അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്തോ ഞാനറിയാതെ ഒത്തിരി സന്ദർഭങ്ങളിൽ ഭഗവാൻ എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു കവചം, എൻ്റേതല്ലാത്ത തെറ്റിന് പോലും ഞാൻ ക്രൂശിക്കപ്പെടുന്നൊരവസ്ഥയിൽ നിന്നും പോലും എന്നെ പല പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ട്. അത് കാരണം എനിക്ക് സർവീസ് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ എനിക്ക് നിരവധി ട്രാൻസ്ഫറുകൾ വരുന്ന സമയത്തിൽ പോലും എന്തെങ്കിലും കാരണത്തിൽ ആ ട്രാൻസ്ഫർ മുടങ്ങിപ്പോകും. അത് ഞാനൊരു പ്രഷർ ചെലുത്തിയിട്ടൊന്നും ആയിരിക്കില്ല. ഒരിക്കലും ഒരു 8 പേരുടെ ട്രാൻസ്ഫർ വന്നു. അതിൽ എൻ്റെ ലിസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ പേര് മാത്രമില്ല, പകരം വേറൊരാളുടെ പേരും. അപ്പോഴും ആരോഗ്യ പറഞ്ഞ് യഥാർത്ഥത്തിൽ ഞാൻ സ്വാധീനിച്ചിട്ടില്ല. അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു.
അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങളിൽ എന്നെ ഭഗവാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഫാമിലിയിൽ ഒരു സ്കൂളുണ്ട്, ഒരു ഹയർ സെക്കൻഡറി സ്കൂള്. 1950 എക്സിക്യൂട്ടീവ് ഒരു സ്കൂളാണ്. എൻ്റെ ഫൗണ്ടർ മാനേജർ അമ്മയുടെ അപ്പൂപ്പനാണ്, മാധവലാസ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ എൻ്റെ മാമനായിരുന്നു എൻ്റെ മാനേജർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എനിക്ക് ഒത്തിരി സ്കൂളുമായിട്ട് ആ സ്കൂളിലല്ലേ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു. എൻ്റെ അച്ഛൻ അവിടെ പഠിപ്പിക്കുമ്പോൾ അച്ഛൻ്റെ സഹപ്രവർത്തകനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ചിട്ട് വഴിയിലേക്ക് പോയത്. അത് നീലകണ്ഠ ഗുരുപാദർ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നതാണ്. നീലകണ്ഠ ഗുരുപാദറും ഭഗവാനുമായിട്ട് ഒത്തിരി കണക്ഷൻ ഉണ്ട്. ഞാനത് ഇപ്പം ഇവിടെ പ്രതിപാദിക്കുന്നില്ല. നീലകണ്ഠ ഗുരുപാദർ എൻ്റെ ജന്മവുമായി എനിക്ക് ബന്ധമുണ്ട്. അത് ഇവിടെ പറയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നു എന്തായാലും. അല്ല, അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ സ്കൂളുമായിട്ട് എനിക്ക് ബന്ധമുള്ള സമയത്ത് ഒരു ദിവസം ഭഗവാൻ എന്നോട് ചോദിച്ചു, പിള്ളേക്ക് സ്കൂളിലൊക്കെ നടത്തിക്കൊണ്ട് പോയാലോ. ഞാനൊന്നൊരു CBSE സ്കൂളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തുമായിരുന്നു. നമുക്കൊരു പള്ളിക്കൂടം തുടങ്ങണമെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല, ഇവരൊക്കെ എത്ര കൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല. പിള്ളേർ ഇതിനൊക്കെ ഒന്ന് സഹായിക്കണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് ചെയ്യുന്ന എല്ലാം ഞാൻ ചെയ്യാം. അന്ന് തന്നെ CBSEയുടെ ഒരു ഇതൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി നമ്മൾ അതിനുള്ളൊരു പ്ലാനിങ് ഒക്കെ നടത്തി അതിൻ്റെ ബുക്ക്ലെറ്റ് കൊണ്ട് കൊടുത്തു. ഓക്കെ, സ്കൂളിൻ്റെ കാര്യങ്ങളായി എല്ലാമായി, സ്ഥലമൊക്കെ ആയി. ഒരു ദിവസം ഇതേപോലെ അവിടെ ഉത്തരവാദിത്തമുള്ള ഒരാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി പെട്ടെന്ന് അന്വേഷിക്കുന്നുണ്ട്, ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ഓടി ചെന്നു. സ്വാമി നമ്മളെ അന്വേഷിക്കുന്ന പറഞ്ഞാൽ വലിയൊരു സൗഭാഗ്യം. ഓടി ചെന്നപ്പോൾ ഞാൻ അന്തം വിട്ട് ഞാൻ ശ്രദ്ധിക്കണം. അയ്യോ, ഒന്നിനല്ല, വെറുതെ വിളിച്ചത് ഞാൻ. പിന്നെ ഇവരൊക്കെ പറയണു നാളെ സ്കൂളിൻ്റെ തറക്കല്ലിടണം, അതിനിവരെ മന്ത്രിമാരെയോ ആരെയൊക്കെയോ വിളിക്കണം, ആർക്കും സൗകര്യമില്ലെന്നൊക്കെ പറയണം. ഞാൻ പറഞ്ഞു അവരെ ഒന്നും വിളിക്കണ്ട, പറ്റിയ ആളെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഇവിടെ ഇപ്പം നോക്കിയിട്ട് പിള്ളയെ മാത്രമേ എനിക്ക് അതിന് യോജിച്ചതായിട്ട് തോന്നുള്ളൂ. നാളെ പോയി അതൊന്ന് തറക്കല്ലിടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് ഒരു മറുപടിയും ഇല്ലായിരുന്നു. ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ, ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ ഇനി വരാൻ പോകുന്ന ജന്മത്തിലോ ഇത്തരം ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ തൊഴുകൈയോടെ നിന്ന് എന്ത് ധൈര്യക്കുറവുണ്ടാ ഒന്നുമില്ല, ധൈര്യമായിട്ട് നാളെ ചെല്ലണമെന്ന് പറഞ്ഞു. കൃത്യമായി ഞാൻ പിറ്റേന്ന് ചെന്നു. നല്ലൊരു സദസ്സായിരുന്നു. നമ്മളെ മുതിർന്ന ആശ്രമത്തിലെ മുതിർന്ന ആൾക്കാർ ഒത്തിരി പേര്, എല്ലാവരും അവിടെ നമ്മളെന്താ പ്രസന്റ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനീ ഒരു പാവഭക്തനായിരുന്നു. അവർ ഇറങ്ങിക്കുഴിയിൽ ഇറങ്ങി കല്ല് വയ്ക്കുന്ന സമയത്ത് 2 ശ്രീകൃഷ്ണ പരന്ത് ഭഗവാനന്ന് താഴെ ആശ്രമം പള്ളിക്കട ആശ്രമത്തിലുണ്ടായിരുന്നു, പറഞ്ഞു. അതാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതിൽ എനിക്കൊരിക്കലും മറക്കാനാവാത്ത ഏറ്റവും വലിയൊരു സംഭവം. കാര്യം നാളെ ഏതോ ഒരു വലിയ എഡ്യൂക്കേഷണൽ കോംപ്ലക്സായി മാറുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചിന്താലയ വിദ്യാലയം. അതിൻ്റെ ആദ്യത്തെ ആണിക്കല്ല് വയ്ക്കുക. ഈ ആണിക്കല്ലെന്ന വാക്ക് ഞാൻ ഭഗവാനിൽ കടമെടുത്താണ്. ഭഗവാൻ പറഞ്ഞത് ആണിക്കല്ലാണ് വെച്ചത്, അത് വെച്ചത് ഞാനാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്രമത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം. എനിക്ക് എന്നെ അനുവദിച്ച ഭഗവാൻ എനിക്ക് അനുവദിച്ച ഏറ്റവും വലിയ കാര്യം. ഈ വർഷത്തെ ഇക്കോ ഫ്രണ്ട്ലി അവാർഡ് കിട്ടിയതും സ്കൂളിനാണ്. അതിനുശേഷം സ്കൂളിൽ നല്ല രീതിയിൽ ഇപ്പോൾ പുതിയ വീണ്ടും സിസ്റ്റം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, നല്ല രീതിയിൽ റൺ ചെയ്ത് പോവുകയാണ്. ഞാൻ കുറച്ചുള്ള അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചില സാങ്കേതിക കാരണങ്ങളുണ്ട് അതിൽ നിന്ന് ജോലി തിരക്കുമായിട്ടൊക്കെ വിട്ടുമാറി. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക്. ഇന്നിപ്പോ നമ്മളെ ചിന്താലയ ആശ്രമത്തിന്റെ നടത്തിപ്പുകാരനാണ്. അപ്പോൾ ആശ്രമത്തിൻ്റെ നടത്തിപ്പുമായിട്ട്, കാരണം ആശ്രമം എന്ന് പറയുമ്പോൾ അവിടെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ മറ്റൊരു ആശ്രമം മാത്രമല്ല, സ്വാമിയുടെ പണ്ട് തൊട്ട് ആരാധന നടത്തിപ്പോകുന്ന മൂർത്തിഭാവങ്ങളുണ്ട്, അവിടുത്തെ പൂജാതി ക്രമങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി ഒന്ന് ഭക്തർക്ക് വേണ്ടി പറയണം. തീർച്ചയായിട്ടും ഞാൻ പറയാം. എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഇന്ന് എനിക്ക് അനുഭവവേദ്യമായ ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ പൊതുവെ പറയാം. അതിനു മുമ്പ് ഞാൻ ഈ സ്ഥാനത്തേക്ക്, ചുമതലക്കാരൻ എന്നുള്ള സ്ഥാനത്തേക്ക് വരാനുണ്ടായ ഒരു വരുന്നുള്ള സാഹചര്യം, എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം കുറച്ച് നാൾ ഞാനിങ്ങനെ വിശ്രമ ജീവിതം വീട്ടിൽ കഴിഞ്ഞു വിടുന്ന സമയത്ത് ഇടയ്ക്ക് ഭഗവാനെ പോയി കാണുമായിരുന്നു. പിന്നെ സമാധിക്ക് ശേഷം ഞാൻ വല്ലപ്പോഴും പോകുള്ളായിരുന്നു. എൻ്റെ ഒരു ദിവസം ബന്ധപ്പെട്ട 1-2 പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്ന് അങ്ങോട്ടൊന്ന് വരണം, ആശ്രമത്തിൽ വരണം എന്ന് പറഞ്ഞു.
അപ്പം എന്നാൽ അവിടെ ട്രസ്റ്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, 1-2 വിഷയങ്ങളുണ്ട്, കാര്യങ്ങളിലേക്ക് ഇന്ന് കിടക്കുന്നില്ല. അപ്പം രാത്രിയായപ്പോൾ എന്നെ സെക്രട്ടറിയും വിളിച്ചിട്ട് പറഞ്ഞു, പോകട്ട് കാണണം, ട്രസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞാൽ കാണണമെന്ന് പറഞ്ഞു. രാത്രി 8 മണിയോടുകൂടി സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് ചിലരെ അന്ന് ചുമതലയിലുണ്ടായിരുന്നവർ മാറ്റിയിട്ട് എന്നോട് പറഞ്ഞു, ആശ്രമത്തിൻ്റെ ചുമതല നാളെ മുതൽ ഏറ്റെടുക്കണം, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകണം, നമുക്ക് വരാൻ പോകുന്നത് 10 ദിവസത്തെ ഭഗവാന്റെ തിരുനാളാഘോഷമാണ്. സത്യത്തിൽ അതൊരു വലിയൊരു സൗഭാഗ്യമാണോ, എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ സ്വാമിജി എനിക്ക് നേരിട്ട് തന്നതുപോലെ തോന്നി. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ജൂൺ 12 രാത്രിയിലാണ് ഈ പറയുന്നത്. ജൂലൈ 1 മുതൽ ജൂലൈ 10 വരെ നടക്കുന്ന 10 ദിവസം നീളുന്ന ഒരു വലിയൊരു ബൃഹത്തായ പദ്ധതി, തിരുനാളാഘോഷവും സമാധി വാർഷികവും പ്രതിഷ്ഠ കർമ്മവും. ഈ സമയത്ത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങനെ ആക്ട് ചെയ്തു തന്നു. കാരണം ഞാനൊന്നുമില്ല, വെറും ഇതാണെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്വാമിയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് എല്ലാ കാര്യങ്ങളിലും. അടുത്ത നിമിഷം എന്തെന്ന് നമ്മൾ പകച്ചു നിൽക്കുന്ന ഓരോ സന്ദർഭത്തിലും ആളിന്റെ രൂപത്തിലായിരുന്നാലും മറ്റെന്തെങ്കിലും കാര്യത്തിലായിരുന്നാലും വഴി തുറന്ന് ഓരോ ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ എല്ലാം ക്ലിയറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ദിവസത്തെ പ്രോഗ്രാം നടത്തിക്കൊണ്ട് പോകുന്നതിന് മുൻപ് നമ്മൾ 4 ദിവസത്തെ തിരുനാളാഘോഷം നടത്തുമ്പോൾ 2, 3, 4 മാസത്തിന് മുന്നേ ഒരുക്കങ്ങൾ ഞാൻ ഉണ്ടായിരുന്നു, ചെയ്യണമായിരുന്നു. ആക്ച്വലി ഒരു കാര്യവും ചെയ്യാതിരുന്ന സന്ദർഭത്തിൽ നിന്ന് വെറും ശൂന്യതയിൽ നിന്ന് ആ 10 ദിവസം കൊണ്ട് 10-12 ദിവസം കൊണ്ട് നമുക്കെല്ലാം ഭംഗിയാക്കാനും ആ 10 ദിവസത്തെ എല്ലാം താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഭംഗിയാക്കാനും അത് എന്റെ ഒരാളുടെ കഴിവല്ല ഞാൻ പറയുന്നത്. സ്വാമിജിയുടെ പ്രത്യക്ഷ സാന്നിധ്യം, നിറസാന്നിധ്യം നമ്മുടെ എല്ലാ ഭക്തന്മാരെയും ഒരുമിച്ച് കോർത്തിണക്കി അവിടെ കൊണ്ടുവന്നത് ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം തന്നെ. അത് ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റില്ല. അത് വലിയൊരു ഇവന്റ് ആയിരുന്നു. ഇനിയും നമ്മൾ ഇനിയിപ്പോൾ അടുത്ത 10 ദിവസത്തെ പരിപാടി വരും. അത് എല്ലാ വർഷവും നമുക്ക് 10 ദിവസം അദ്ദേഹത്തിന്റെ തിരുനാളാഘോഷവും അത് സമാധി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ അവിടെ കൺവീനറായിട്ട് ചുമതലയെടുക്കാൻ ഉണ്ടായ സാഹചര്യം. വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. എങ്കിലും അതിനുശേഷം ഒരു ഭക്തൻ ചിലരെങ്കിലും പിന്നോട്ട് നിന്ന ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. ആശ്രമത്തിൽ വരാതിരുന്ന ചില ആൾക്കാർ ഈ ഒരു സമാധി വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഞാനിരുന്ന് പറയുന്ന ഈ നിമിഷം വരെയും ആശ്രമത്തിലേക്ക് നല്ല ഭക്തന്മാർ, നമ്മുടെ പഴയ ഭക്തന്മാരും സ്വാമിയോട് നമ്മളെക്കാൾ അനുഭവങ്ങളുള്ള ഒത്തിരി ഒരുപാട് ആൾക്കാർ നിത്യേന വരുന്നുണ്ട്. വിശ്വാസികൾ, ഭഗവാൻ എന്തെന്ന് അറിയാൻ ആർക്കും അറിയില്ല എങ്കിലും ഭഗവാന്റെ ചെറിയ അനുഭവങ്ങളുള്ള എല്ലാ ഭക്തന്മാരും തികച്ചും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആശ്രമത്തിൽ ഉള്ള നിത്യമുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ രാവിലെ 4 മണി മുതൽ രാവിലെ 8 മണി വരെ നട തുറന്നിരിക്കും. രാവിലെ 4 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ 4 മണി മുതൽ നമ്മൾ മഹാഗണപതിക്ക് അഭിഷേകമുണ്ട്. അത് കഴിഞ്ഞ് മഹാഗണപതിയുടെ സഹസ്രനാമ ജപം നടത്താറുണ്ട്. പിന്നെ 6:15 ദീപാരാധന കഴിഞ്ഞിട്ട് 8 മണിക്ക് നമ്മൾ നട അടയ്ക്കും. അതിനിടയിൽ രാമായണ പാരായണം അതെല്ലാം നിത്യേന നടന്നു പോകുന്ന കാര്യങ്ങളാണ്. വൈകുന്നേരവും ഇതുപോലെ 4 മണിക്ക് നട തുറക്കും, 8 മണി വരെ ഉണ്ട്. അതിനിടയിൽ നമുക്ക് 4:30 മുതൽ മഹാഭാഗവത പാരായണം എല്ലാ ദിവസവും മുടങ്ങാതെ നടക്കുന്നുണ്ട്. 5:30 മുതൽ 6:30 വരെ ഷോഡശ മഹാമന്ത്രം ഹരേ രാമമന്ത്രം നാമജപം കൂട്ടത്തോടെ നമ്മൾ ജപിക്കാറുണ്ട്. അതിനുശേഷം ദീപാരായണ ശേഷം വീണ്ടും 6:45 മുതൽ 7:30 വരെ വീണ്ടും ഷോഡശ മഹാമന്ത്രം. അതിനുശേഷം 7:30 മുതൽ 8 മണി വരെ മഹാമൃത്യുഞ്ജയ മന്ത്രം. ഇത് ഞാൻ അവിടെ പോയ നാൾ മുതൽ ഇന്ന് വരെ നിത്യമായി മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഭഗവാൻ കൽപ്പിച്ചരളി ഭഗവാൻ തുടങ്ങി വെച്ച കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനയനുസരിച്ച് നാളിതുവരെ നടന്നു വരുന്ന കാര്യങ്ങളാണ് അവിടെ നിന്നത്. പിന്നെ വിശേഷാൽ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ മലയാള മാസത്തിലെ 1-ാം തീയതി മഹാഗണപതി ഹോമം നടത്താറുണ്ട്. ഭഗവാന്റെ തിരുനാൾ മകന്നാൾ മഹാഗണപതി ഹോമം നടത്താറുണ്ട്. മഹാസമാധി ദിനം
വിശാഖ നാളിൽ ഗണപതി ഹോമം, പൗർണമി നാളിൽ. ഈ 4 ദിവസങ്ങളിലാണ് മാസത്തിൽ മഹാഗണപതി ഹോമം നടത്തുന്നത്. അത് കുടുംബമായിട്ടും വ്യക്തികളായിട്ടും ഒത്തിരി പേര് സ്ഥിരമായി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പുതുതായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഈ പിന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ 6:30 മുതൽ 7 വരെ ലളിതാ സഹസ്രനാമം സ്ഥിരം മുടങ്ങാതെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആശ്രമത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വഴിപാട്, സ്വാമിക്ക് തന്നെ ഏറ്റവും പ്രിയങ്കരമായ ഒരു വഴിപാട്, ഗുരുസ്ഥാനത്ത് വെടി വഴിപാട്. സ്വാമിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളെ ഈ വിശേഷാൽ ദിവസങ്ങളിലൊക്കെ ഇന്ന് എത്ര വരെ വെടി നടന്നു, വെടി നല്ലോണം കേൾക്കണുണ്ടല്ലോ, സ്വാമി അത് ആസ്വദിക്കാറുണ്ട്. അപ്പോൾ വെടി വഴിപാടിന് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് നമ്മൾ പോകുന്നത്. കാരണം പോത്തൻകോടിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് വിട്ടുപോയതാണ്. സ്വാമി പറഞ്ഞു തന്നെ കേട്ടിട്ടുണ്ട്, നിങ്ങളുമൊക്കെ പല ചാനലുകളൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. തപസ്സിൻ്റെ ഭൂമിയാണ്, തപോഭൂമിയാണ് നമ്മുടെ ചിന്താലയ ആശ്രമം കുടികൊള്ളുന്ന സ്ഥലം. ഭഗവാന്റെ മഹാസമാധി കുടികൊള്ളുന്ന നമ്മുടെ ചിന്താലയ ആശ്രമം. ഒട്ടനവധി ഒട്ടനവധി സമാധികളുടെ സാന്നിധ്യം കൊണ്ട്, നിറസാന്നിധ്യം ധന്യമായ തപോഭൂമിയാണ്. അപ്പൊ അവിടെ നടക്കുന്ന ഓരോ പൂജയും അതിൻ്റെതായ പ്രാധാന്യത്തോടെയാണ് ഭക്തന്മാർ കാണുന്നത്. ഒരാളൊരു അർച്ചന ഒന്ന് നടത്തിയാലും അത്ര സഡൻ ആയിട്ടാണ് റിസൾട്ട് അത്ര വേഗത്തിൽ ഉണ്ടാവില്ല. അവിടെ എന്ത് പൂജ ഏതൊരു ഭക്തൻ വന്ന് ചെയ്തിരുന്നാലും അവന്റെ മനസ്സിലെ തട്ടി അവൻ ചെയ്യുന്ന പൂജ അതിൻ്റെതായ റിസൾട്ട് അവന് കിട്ടും. അതുകൊണ്ടാണല്ലോ ഓരോരുത്തരും സ്ഥിരമായി വന്ന് എനിക്ക് 1-ാം തീയതി 30-ാം തീയതി ഒരു അർച്ചന, അല്ലെങ്കിൽ ഈ വർഷം മൊത്തം നീരാഞ്ജനം, അടുത്ത ഈ വർഷം മുതൽ എനിക്ക് മൊത്തം നവഗ്രഹ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഒന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അനുഭവം കിട്ടുന്നതുകൊണ്ടായിരിക്കാം, ഓരോരുത്തരുടെ മനസ്സിന്റെ സന്തോഷം കൊണ്ട് അവർ ഒന്ന് ചെയ്യുന്നതാണ്. കാര്യം ആ ഭൂമി തപസ്സിന്റെ ഭൂമി തന്നെ. ഞാനിപ്പോൾ സ്ഥിരമായി ഈ കഴിഞ്ഞ 6 മാസമായി അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അത് അറിയാൻ പറ്റുന്നത്. കാര്യം ചില സന്ദർഭങ്ങളിൽ ആരും ഇല്ലാതെ അവിടെ നിൽക്കുന്ന വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം കുറച്ചെങ്കിലും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ഭഗവാന്റെ നിറസാന്നിധ്യം പല സന്ദർഭങ്ങളിലും എനിക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈവായി കണ്ടോന്നല്ല, മനസ്സിലായി, നമുക്ക് മാനസികമായിട്ട് പ്രകടമാവും, മനസ്സിൽ നമുക്കത് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തീർച്ചയായിട്ടും. ഈ നമ്മള് വല്ലപ്പോഴും പോയി വരുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അത്രയും മനസ്സിലാവില്ല. സ്ഥിരം ഇപ്പൊ ഈയിടെയായിട്ട് പുതുതായിട്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട് പുറമേ നിന്ന്. ഈ താങ്കളുടെ ചാനൽ അതിന് വളരെ ഒരു ചാനൽ കണ്ടിട്ട് ഒരുപാട് ഒരു ഇതായിട്ടുണ്ട്. കാര്യം ചാനൽ ഒത്തിരി പേര് എന്നെയും വിളിച്ചിട്ട് കണ്ട ഒത്തിരി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. വന്നിട്ട് ഒരാൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വന്ന ആള് ആദ്യമായിട്ട് വരികയാണ്, വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഭഗവാന്റെ ഇത് മഹത്വം അറിഞ്ഞിട്ട് ഭഗവാന്റെ ഭക്തിയിൽ ലയിച്ചിട്ട് പുതിയ ആൾക്കാർ വരുന്നു. അവരൊക്കെ വന്നിട്ട് പോകുമ്പോൾ തിരിച്ചു തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് ഉണർവ് വരുന്നത്. സാർ ഇവിടെ വന്നിട്ട് താഴെ പോയി സമാധിയും തൊഴുതും മേളിൽ വരുന്നതിപ്പോൾ കിട്ടിയൊരു പോസിറ്റീവ് എനർജി. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിയാണല്ലോ, നമ്മളതുവരെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സത്യം. വീണ്ടും നമ്മൾ ഉറങ്ങുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ശരിയാണ്. കാര്യം അവിടെ വല്ലപ്പോഴും വന്നു പോകുന്നവർക്ക് ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ആ ഒരു സുഖം കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നില്ല. ഭഗവാൻ ജീവസമാധിയിലേക്കാണ് ഇരിക്കുന്നത്. അവിടെ ജീവസമാധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്, അല്ലാതെ സാധാ സമാധിയല്ല. അതുപോലെ അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ സ്വയംഭൂ വിഗ്രഹങ്ങളാണ്. ഗണപതി സ്വയംഭൂ ആണ്. ഗണപതി സ്വയംഭൂ ആണ്. നാഗരുടെ സ്വയംഭൂ ആണ്. ആയില്യപൂജയെ കുറിച്ച് ഞാൻ പറയാൻ പറ്റുമല്ലോ. ആയില്യപൂജ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ആശ്രമത്തിൽ നടത്തുന്ന 2 പൂജയാണ്. ആയില്യം നാളിലും നടത്തും, പിറ്റേന്ന് മകം നാളിലും ആയില്യത്തിന്റെ അന്ന് മുമ്പ് ഒക്കെ നാഗരുടെ പ്രസൻസ് ഉണ്ടാവുമായിരുന്നു. അവിടെ നാഗര് വരുമായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. നാഗർ ഇപ്പോഴും അവിടെയൊക്കെ നമ്മൾ എത്ര കെട്ടിക്കേണ്ട പേരിലാണ്, അല്ലെങ്കിൽ നാഗരുടെ പ്രസൻസ് സാന്നിധ്യം ഉണ്ടായിരുന്നു. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സ്വയംഭൂ അഭിഷേകം നടത്തുന്ന സമയത്ത് നമുക്ക് കാണാം. പക്ഷെ അത് വളരുന്നുണ്ട് എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. വളരുന്നുണ്ട്. അതാണ് സ്വയംഭൂ. ഗണപതി അങ്ങനെയാണ്. നരസിംഹമൂർത്തിയുടെ അതും സ്വയംഭൂ സമാധിയാണ്. നരസിംഹമൂർത്തി സമാധിയാണ്. അത് ഞാൻ പറയാൻ വരുന്നതായിരുന്നു. നമുക്ക് വർഷത്തിൽ ഉള്ള 2 കാര്യങ്ങളാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക്
പ്രതിഷ്ഠാവാർഷികവും കുംഭാഭിഷേകവും മറ്റൊന്ന് നരസിംഹമൂർത്തിക്ക് പ്രതിഷ്ഠാവാർഷികവും കുംഭാഭിഷേകവും. അത് വർഷത്തിൽ പ്രാവശ്യം പുലർച്ചെ 3 മണിക്ക് ശേഷമാണ് നമ്മളത് നടത്തുന്നത്. വളരെ ഗംഭീരമായിട്ട് വളരെ ഭക്തിയോടെ തന്ത്രി തന്നെ നേരിട്ട് വന്ന് ചെയ്യുന്നതാണ്. പിന്നെ ശനീശ്വരന് വളരെ പ്രാധാന്യം സ്വാമി കൊടുത്തിട്ടുണ്ട്. ശനി അവിടെ ശനീശ്വരനെ ശനിദോഷം പിടിച്ചവരൊക്കെ എല്ലാം അവിടെ വന്ന് ദീപം കത്തിച്ച് പോകുന്നവരെല്ലാം എല്ലാ ശനിയാഴ്ചകളിൽ ഇപ്പോ നീരാഞ്ജനത്തിന്റെ എണ്ണം ഓരോ ശനിയാഴ്ച കൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടുത്തെ ശനീശ്വരന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട്. ഓരോ ഭക്തനും വന്നിട്ട് നീരാഞ്ജനം നമ്മള് തലേ ദിവസം എല്ലാം ലിസ്റ്റ് റെഡിയാക്കി പോറ്റിക്ക് കൊടുക്കുമ്പോഴും വൈകുന്നേരത്തെ സാർ ഒരു നീരാഞ്ജനം കൂടെ നടത്തണം എന്ന് പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് ശനീശ്വരന് ഭഗവാൻ ഒരുപാട് പ്രാധാന്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും ആ ഒരു പ്രാധാന്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഗണപതിയും അമ്മച്ചിയും ദേവിക്ക് വളരെ പ്രാധാന്യം ഭഗവാന്റെ ഇതാണ്. അതിലുപരി അവിടുത്തെ ഉപദേവതകളെല്ലാം വളരെ ശക്തരായിട്ടുള്ള ഉപദേവതകളാണ്. എനിക്കതിൽ കൂടുതൽ പറയാൻ അറിയില്ല, എങ്കിലും എന്റെ എളിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ആധികാരികമായിട്ട് പറയാനോ മറ്റൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുന്നു എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവിടുത്തെ ഉപദേവതകളും മറ്റു ദേവതകളും എല്ലാം വളരെ വളരെ ഇപ്പോ സന്തോഷത്തിലും ചൈതന്യത്തിലുമാണെന്നാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അല്ല. അവിടെ വന്ന് പോയിട്ടുള്ള ഓരോ ആൾക്കാരും ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു പ്രാവശ്യം വന്ന് തൊഴുതിട്ട് പോയ ആൾക്കാർക്ക് വരെ എന്നെ പേഴ്സണലി വിളിച്ച് പറയണ്ടായോ ഭയങ്കരമായോ എന്ന് വെച്ചാൽ ഈ ഒരിക്കൽ ഒരാൾ വിളിച്ചത് ഈ യൂട്യൂബ് കണ്ടിട്ട് അവർ ആ സ്വാമിയെ കണ്ടിട്ടില്ല, സ്വാമിയെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ, യാദൃച്ഛികമായിട്ട് യൂട്യൂബ് കാണാനിട വന്നു. അപ്പോൾ ഈ സ്വാമിയുടെ പടം എടുത്ത് ഇവർ മനസ്സിൽ സ്വാമിയെ വിചാരിച്ച് പ്രാർത്ഥിക്കായിരുന്നു അവനൊരു ജോലിക്ക് വേണ്ടിയിട്ട്. എത്രയോ കാലമായിട്ട് ജോലിക്ക് ഇങ്ങനെ ശ്രമിച്ചിട്ട് ജോലി കിട്ടാതിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പണ്ട് എങ്ങാനോ ഇന്റർവ്യൂ കഴിഞ്ഞു പോയ അത് ഇയാളെ തിരിച്ചു വിളിക്കായിരുന്നു. അത് ആ ലിസ്റ്റ് ക്യാൻസലായി പോയി എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ആ ലിസ്റ്റിൽ നിന്ന് എന്നെ എടുത്ത് വിളിച്ച കൂട്ടത്തിൽ പുള്ളിയും കൂടി ജോലിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എന്നെ വിളിച്ച് പറയായിരുന്നു എനിക്ക് എപ്പോഴെങ്കിലും ശമ്പളം അയച്ചിട്ട് ആദ്യമായിട്ട് ഭഗവാന്റെ അടുത്ത് വരണം. ഇങ്ങനെ ഭഗവാന്റെ ആശ്രമം വിസിറ്റ് പോലും ചെയ്യാത്ത ആൾക്കാർക്ക് വരെ അനുഭവം കിട്ടിക്കൊടുത്തു. അത് പറയുമ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞോളാം. നമ്മളെ കഴിഞ്ഞ മഹാസമാധി വാർഷിക ദിവസം സമയത്ത് ന്യൂയോർക്കിൽ നിന്ന് ഒരാൾ വന്നു, ഷിക്കാഗോ എന്നൊരാൾ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നു. ആള് വന്ന് എന്നെ പരിചയപ്പെട്ടിട്ട് ഞാൻ സ്വാമി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ കണ്ടു സ്വാമി അന്ന് അല്പം രോഗശയ്യ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. അധികം ആരും വിസിറ്റേഷനൊന്നും കാണാത്തൊരു സമയത്ത് പുറമേ നിന്ന് ചെന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ കണ്ടു. എന്തിനു വന്നു എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ കാണാൻ വന്നു എന്ന് പറഞ്ഞു. പോയിട്ട് വരണം എന്ന് കൈ മാത്രം എടുത്ത് കാണിച്ചു. ആ മനുഷ്യന് അന്ന് എന്തോ ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഭഗവാന് ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ കൊണ്ട് തിരിച്ച് സ്റ്റേറ്റ്സിലേക്ക് പോയി. തിരിച്ച് 2 വർഷത്തിന് ശേഷമാണ് അവിടെ വരുന്നത്. വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ 5 മിനിറ്റ് മാത്രമേ ഞാൻ സ്വാമിജിയെ കണ്ടിട്ടുള്ളൂ, പക്ഷെ എനിക്ക് 5 അനുഭവങ്ങൾ സ്വാമിജിയിൽ നിന്നുണ്ടായിരുന്നു. അതാണ് സ്വാമി. നമ്മളൊക്കെ ഞെട്ടിപ്പോയി. ഒരു 5 നിമിഷം വെറുതെ ഒന്ന് കണ്ടു. ആ മനുഷ്യന്റെ മനസ്സിൽ സ്വാമിജി നിറയെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 5 അനുഭവങ്ങളാണ്. 5 അനുഭവങ്ങൾ എന്നോട് പറഞ്ഞാൽ വേറെ ഉണ്ടാവാം. 5 അനുഭവങ്ങൾ, അത് വളരെ സന്തോഷകരമായ 5 അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് പറഞ്ഞു. അത് സ്വാമിയിൽ നിന്ന് മാത്രം, സ്വാമിയുടെ കടാക്ഷം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് കിട്ടിയതാണെന്ന് പറഞ്ഞു. അത്തരം ചില അനുഭവങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഭഗവാൻ ബ്രഹ്മത്തിൽ നിൽക്കുന്ന ആ ഒരു അല്ല, ഭഗവാൻ സ്വയംഭൂവായിട്ട് അവിടെ തന്നെ കുടികൊള്ളയാണ്. അപ്പോൾ അവിടെ ഭഗവാൻ നിറഞ്ഞ് കുടികൊള്ളുന്ന ഒരു സ്ഥലം തന്നെയാണ്. സ്വാമിയുടെ 3 ആശ്രമങ്ങളിലും ഭഗവാന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ജീവസമാധിയിൽ പ്രവേശിച്ചിരിക്കുന്ന പോത്തൻകോടാണ്, അതായത് ചിന്താലയ ആശ്രമമാണ്. അപ്പോൾ ചിന്താലയ ആശ്രമത്തിൽ ഉള്ള പ്രത്യേകത അവിടുത്തെ പൂജാതി കർമ്മങ്ങളൊന്നും വേണ്ട, സമാധി ദർശിച്ച് പോകുന്നവർക്ക് വരെ തീർച്ചയായും അവർക്ക് അനുഭവം കിട്ടാതെ പോകത്തില്ല. കാരണം സ്വാമി അവിടെ കുടികൊള്ളയാണ്, ജീവനോടെ ജീവസമാധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, യോഗ സമാധിയിലേക്ക് ഈശ്വരനിൽ ലഭിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ചിലപ്പോൾ ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ ശരിക്ക് അതുകൊണ്ടാണ് നമ്മളവിടെ ആത്മലിംഗം തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മലിംഗം ദർശിക്കുക എന്ന് പറഞ്ഞാൽ ആത്മലിംഗം നേരിൽ കാണുക അസാധ്യമാണ്. ആത്മലിംഗം പണ്ട് ആരാധിച്ചു പോകുന്ന ഒരാളാണ് രാവണൻ. അപ്പോൾ രാവണനാണ് ആത്മലിംഗം ആരാധിച്ചു പോകുന്നത്.
ആ രാവണന് അതുകൊണ്ടാണ് ശരിക്കും വിഷ്ണുവിന് പോലും വധിക്കാൻ ബുദ്ധിമുട്ടായി വന്നത്. ആ ആത്മലിംഗം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വേർപെട്ട് പോണത് ശരിക്ക് ഗോകർണത്ത് വെച്ചാണ്. ഗോകർണത്ത് മണ്ണിൻ്റെ അടിയിൽ ഗണപതി കുഴിച്ചിട്ട് കളഞ്ഞു. അപ്പോൾ കാണാൻ പറ്റൂല. അപ്പോൾ ആത്മലിംഗം ദർശിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇന്ന് നമ്മളെ ആശ്രമം. നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശരിക്ക് ചിന്താലയ, ഗുരുവിൻ്റെ സമാധിയിൽ. അത് ആത്മലിംഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ ലയിച്ച് ഇരിക്കുന്ന, അത് ശിവലിംഗം ഒന്നുമല്ല, അത് ആത്മലിംഗമാണ്. അവരവർക്ക് അവരവരെ തൊഴാം, അവരവരിരിക്കുന്ന ഈശ്വരനെ കണ്ടു തൊഴാം. നമ്മളെല്ലാവരും ചോദിക്കും ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ദൈവത്തെ കാണാൻ പറ്റൂല, കാരണം നമുക്ക് നമ്മളെ കാണാൻ പറ്റൂലല്ലോ. അല്ല, അതിൻ്റെ ഒരു ഫലം അല്ലെ അത് താങ്കൾ പറയുന്നത് ആ ആത്മലിംഗം കുടികൊള്ളുന്ന ആ നമ്മുടെ സമാധി സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു എനർജി, ഒരു ഒരു വൈബ്രേഷൻ അവിടെ ഉണ്ടാവും. അതിന് ഒരു സംശയം വേണ്ട. അവിടെ അല്പം നേരം നിൽക്കുന്ന ഏതൊരു വ്യക്തി ശരിക്കും നമ്മുടെ ആശ്രമത്തിൽ വന്നിട്ട് നമ്മുടെ സമാധിയുടെ അടുത്ത് ഒരു 5 മിനിറ്റ് വന്ന് പോകുന്ന ഒരാളിന് കിട്ടുന്ന ഒരു ഫീലിംഗ്, അത് നല്ല മനസ്സോടെ ഭഗവാനെന്ന ചിന്തയോടെ വരുന്ന ഏതൊരാളിനും ഇല്ല. അത് അവിടെ ഭഗവാന്റെ ചിന്ത ഇല്ലാത്ത, ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർക്ക് ആ സമാധിയിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. അതാദ്യം പരമസത്യം. കാരണം അല്ലാതെ ഉള്ളവർ ആ സമാധി വിട്ട് പോവേ ഉള്ളൂ. അവിടെ നിരന്തരം വരണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഭഗവാൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഭഗവാൻ ഇരുന്ന സമയത്തും ഭഗവാന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏതോ ജന്മം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതും ഭഗവാനുമായിട്ട് ഏതൊരെങ്കിലും രീതിയിൽ ബന്ധമില്ലാത്തവർക്ക് അവിടെ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ പരമമായ സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ അവർക്കത് യോഗം ഉണ്ടെങ്കിലേ വരത്തുള്ളൂ, അല്ലാത്തവരെ എത്തൂല. ഉണ്ടെങ്കിൽ തന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞ് മറ്റു കാരണങ്ങളാൽ ഇറങ്ങിപ്പോവുള്ളൂ. പിന്നെ നമുക്ക് വൃശ്ചിക മാസത്തില് മകനക്ഷത്രത്തിനോട് ലക്ഷാർച്ചന നടത്തുന്നുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ നടത്തി വരുന്നതാണ് ലക്ഷാർച്ചന. ചിങ്ങമാസത്തിലെ മകനക്ഷത്രത്തില് ഒരു തമിഴ്നാട്ടിലുള്ളൊരു പൂക്കച്ചവടക്കാരനായ ഒരു ഭക്തൻ, ഒരു യഥാർത്ഥ ഭക്തനാണ്. പുള്ളി എല്ലാ വർഷവും മുടങ്ങാതെ ചിങ്ങമാസത്തിലെ മകനക്ഷത്രത്തിൽ പുഷ്പാഭിഷേകം നടത്താറുണ്ട്. ഗംഭീരമായ പുഷ്പാഭിഷേകം നടത്തും. പിന്നെ മഹാഗണപതിക്ക്, നമ്മുടെ വിനായക ചതുർത്ഥിക്ക് മഹാഗണപതിക്ക് അഭിഷേകം നടത്താറുണ്ട്. ശിവരാത്രിക്ക് വളരെ വിശേഷമാണ് നമ്മുടെ ആശ്രമം. ശിവരാത്രി വരാൻ പോവുകയാണ്. ശിവരാത്രിക്ക് രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ അർച്ചനയും നാമജപവും ഉണ്ട്. പുലർച്ചെ 4:30 മുതൽ 108 പ്രദക്ഷിണമാണ്. നമ്മുടെ അമ്പലത്തിന് ചുറ്റും 108 പ്രദക്ഷിണമാണ്. വളരെ ചുരുക്കം പേർക്കാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത്. പലരും വീഴ്ന്നു പോകുന്ന സന്ദർഭം ഉണ്ടാകുന്നു, പക്ഷെ അതില്ലാതെ നോക്കാറുണ്ട്. എങ്കിലും വളരെ പ്രാധാന്യത്തോടെ ചെയ്യുന്നൊരു വിശേഷാൽ പൂജകളാണ് ശിവരാത്രി ആഘോഷവും. പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണാഷ്ടമി രാത്രിയിൽ നമ്മൾ നാമജപവും കാര്യങ്ങളോട് പുണ്യ ഇതൊക്കെ ആയിട്ടുള്ള പ്രധാന ദിവസങ്ങളെല്ലാം നമ്മളെ ആശ്രമത്തിൽ എല്ലാ പിന്നെ നമ്മുടെ ശബരിമല 41 വിളക്ക് ഏറ്റവും പ്രധാനമാണ്. വളരെ പ്രാധാന്യത്തോടെ ഞാൻ അത് പറയാൻ വിട്ടു. വളരെ കല്ലുകാട് ആശ്രമത്തിലായാലും ഈ ആശ്രമത്തിലായാലും ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്നിപ്പോ 39-40 ദിവസം അല്ല 39 ദിവസമാണ് ഇന്ന്. അതെ, ഈ 39 ദിവസമായിട്ട് വളരെ തിരക്കേറിയ വിളക്കുകൾ, ഓരോരുത്തരും സ്പെഷ്യൽ വിളക്ക് പൂജ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് ഒത്തിരി വിളക്കുകൾ കത്തിച്ചത് നമ്മുടെ നൂറ്റുകണക്ക് വിളക്കുകളാണ് കത്തിച്ചുകൊണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അത് പ്രചരിക്കാറുണ്ട്. ആൾക്കാർ അതിൽ ഇതായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും പൂജകളുടെ എണ്ണം കൂടി വരും. അതെ, 41 ദിവസത്തേക്ക് ഇന്നലെ കൂടി വിളിച്ചിട്ട് നാളത്തേക്ക് 41ലേക്ക് 3 വിളക്ക് വേണമെന്ന് പറഞ്ഞു. അല്ല, 41 ദിവസത്തേക്ക് 41 വിളക്ക് നടത്തി പോകുക. ഓരോ ദിവസം ഒരാളുടെ കണക്ക് വീതം 41 വിളക്ക് കൺസെപ്റ്റിൽ തുടങ്ങിയെടുത്ത് ഇപ്പൊ 250 വിളക്കുകളാണ് നമുക്ക് അവിടെ ഉണ്ടായി. അത് ഭഗവാന്റെ നിറസാന്നിധ്യം കൊണ്ട് മാത്രം, സത്യം, ഭഗവാനുള്ള വിശ്വാസം അർപ്പിച്ചിട്ട് മാത്രമാണ് ഓരോ ഭക്തനും വന്നിട്ട് അവരവരുടെ വീട്ടിൽ തന്നെ എനിക്ക് മകനും നടത്തണം, മകൾക്കും നടത്തണം, ഭാര്യയ്ക്കും നടത്തണം, സത്യം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതൊരിക്കലും വെറുതെ ആകില്ല. അവർ വന്നിട്ട് ചെയ്യുന്നത് അവരുടെ ഭക്തി അവര് തന്നെയാണ് സ്വയം, അവരാണല്ലോ വിളക്ക് തെളിയിക്കുന്നവരാണ്. ഒരു വിളക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ അക്ഷരാർത്ഥത്തില് താങ്കൾ പറഞ്ഞ പോലെ ആ നമ്മുടെ ആശ്രമത്തിലുള്ള സകലമാന വിളക്കുകളും അവിടെ ഇവിടെ കത്തിച്ച് വെച്ച് ഇടിഞ്ഞിലായിരുന്നാലും നന്ദവിളക്കായിരുന്നാലും എല്ലാം നൂറ്റിക്കണക്ക് വിളക്കുകളാണ് തെളിയുന്നത്. ഇനിയിപ്പോ അതിന്റെ പരിസമാപ്തി 41-27 നടക്കുന്നുണ്ട്. അന്ന് വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്നാണ് എല്ലാവരുടെയും ഭക്തന്മാരുടെ ആഗ്രഹം.
ഇപ്പം നമ്മളിപ്പോൾ ഈ ആശ്രമത്തിലെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് ഒരു ഭക്തസേവാ സമിതിയുണ്ട്. ഭക്തസേവാ സമിതിയിലെ അംഗങ്ങൾ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് വരാറുണ്ട്. ചിലർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല, അവർ സ്വയമേവ മാറി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു മാതൃസമിതിയുണ്ട്. നമ്മുടെ അമ്മമാരെ നിത്യേന വന്ന് ഒത്തിരി ജോലികൾ നമ്മുടെ അടുക്കളയിലേക്ക് ആയിരുന്നാലും മറ്റ് പരിസരങ്ങൾ വൃത്തിയാക്കുന്ന കാര്യത്തിലായിരുന്നാലും എന്തിനേറെ പറയുന്നു, വൈകുന്നേരം നാമജപത്തിന് പോലും നമ്മുടെ അമ്മമാർ വളരെ സജീവമായിട്ട് നിൽക്കാറുണ്ട്. മാതൃസമിതി എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്താലയാശ്രമത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു, ഭഗവാൻ അതിന് പ്രാധാന്യം, കാരണം അവർക്ക് ഭഗവാൻ ഉണ്ടായിരുന്ന സമയത്ത് തൂക്കാൻ വന്നവർക്ക് വരുന്നവർക്ക് ഡെയിലി 10 രൂപ 20 രൂപ 30 രൂപ അത് പുതിയ നോട്ട് മാറി വെച്ചിരുന്നു, അതിന് എടുത്ത് കൊടുക്കുമായിരുന്നു. അതൊക്കെ നമ്മളന്ന് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മുണ്ട്, സാരി, അവർക്ക് വേണ്ടിയിട്ട് സാരികളും അത് ഇത്തവണയും നമ്മൾ അനുവർത്തിച്ചു. നമ്മുടെ തിരുനാളാഘോഷത്തിന് അവർക്ക് വേണ്ടി മാത്രം നമ്മൾ അതെല്ലാം കൊടുക്കും. അവരെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഭക്തസേവാ സമിതിയും പ്രവർത്തക സമിതി, അതുപോലെ സത്സംഗം നടക്കുന്നുണ്ടല്ലോ. സത്സംഗം എല്ലാ ഞായറാഴ്ചയും മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച, എല്ലാ മാസത്തിലെയും 3-ാമത്തെ ഞായറാഴ്ച നമ്മുടെ ഉരുട്ടുകാല ശ്രീ വേലായുധൻ നായർ സാർ വളരെ പ്രാഗൽഭ്യമുള്ള നല്ല രീതിയിൽ അദ്ദേഹം വന്ന് സത്സംഗം അത് കേൾക്കാനായിട്ട് സ്ഥിരമായി വരുന്ന ഭക്തന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അടുത്ത മാസം മുതൽ അദ്ദേഹം എന്നോട് പറഞ്ഞു മഹാഭാഗവതം തുടങ്ങാൻ, അതിനെക്കുറിച്ച് തുടങ്ങാണെന്ന് പറഞ്ഞു. അത് നടന്നു വരികയാണ്. എന്തായാലും പൊതുവെ പോത്തങ്കോട് ചിന്താലയ ആശ്രമം വളരെ ഭംഗിയായിട്ട്, കാരണം ഭക്തജന സമിതിയൊക്കെ വളരെ ഇപ്പോൾ കൺവീനർ എന്നുള്ള നിലയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ജോയിന്റ് കൺവീനർ ആവട്ടെ ബാക്കിയുള്ള പ്രവർത്തകരാവട്ടെ എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനേക്കാൾ ഉപരി അവിടെ ചില ഭക്തന്മാർ ഈ കമ്മിറ്റികള് ഉണ്ട്. അതിലുപരിയായിട്ട് താങ്കൾ പറഞ്ഞത് തന്നെയാണ് സത്യം, പച്ചയായ സത്യം. ഒരു കമ്മിറ്റിയിലും പെടാത്ത നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്ന, ഗുരുസേവയ്ക്ക് വേണ്ടി മാത്രം വരുന്ന ഒട്ടനവധി ഭക്തന്മാർ നമ്മുടെ ആശ്രമത്തിൽ 1-2 പേര് എല്ലാം ത്യജിച്ച് അവിടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം വരുന്നുണ്ട്. അത് നമ്മുടെ ആശ്രമത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. കാരണം അവർ ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അല്ലാതെ നിൽക്കുന്ന നല്ല മനസ്സോടെ ആശ്രമം എനിക്കെന്റെ ആശ്രമമാണ്, ഇതെന്റെ സ്വന്തം ആശ്രമമാണ് എന്നുള്ള നല്ല മനസ്സോടെ നമ്മൾ ആശ്രമത്തിൽ വന്ന് ഗുരുസേവ ചെയ്യുന്ന ഒരുപിടിയല്ല ഒത്തിരി ഭക്തന്മാർ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെയാണ് നമ്മുടെ ആശ്രമത്തിന്റെ ശരിക്കും അസറ്റ്. തീർച്ചയായിട്ടും. അതുപോലെ ട്രസ്റ്റും ഇപ്പോ വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ്. കാരണം സ്വാമി ജീവസമാധിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി ഓരോ ഭക്തന്റെയും വികാരം വേർതിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു വേള നേരിട്ട് ട്രസ്റ്റ് അംഗങ്ങളോ ട്രസ്റ്റീസ് വന്നില്ലെങ്കിൽ പോലും നമ്മളോട് പലപ്പോഴും ഡയറക്ഷൻ തരാറുണ്ട്. ഇന്ന ആളിന് സുഖമില്ലെന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായി പോയി കാണണം, അവർക്ക് സംഭാവന കൊടുക്കണം എന്ന് പറയുകയും അതിനോട് ഏത് കാര്യത്തിൽ ഇടപെടാനുള്ള ബ്ലാങ്കറ്റ് പെർമിഷൻ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് പരിപൂർണ സപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ചിന്താലയ ആശ്രമത്തിലെ ഭക്തസേവാ സമിതിക്കും കൺവീനർ എന്നുള്ള നിലയിൽ എനിക്കും നമ്മുടെ ആശ്രമത്തിന്റെ ട്രസ്റ്റ് തന്നുകൊണ്ടിരിക്കുന്നു. അത് നിർലോഭമായൊരു അല്ല, ട്രസ്റ്റ് ഇപ്പം ഞാനൊരു ട്രസ്റ്റി എന്ന നിലയിൽ മാത്രമല്ല, കാരണം അതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ ട്രസ്റ്റ് വളരെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. കാരണം 3 ആശ്രമങ്ങളുടെയും പ്രവർത്തകരുടെ മനോവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ആമാന്തവും കാണിക്കാതെ സഡൻ ആക്ഷനാണ്. എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോഴതിൽ ഇടപെട്ട് അത് ഭംഗിയാക്കാൻ ശ്രമിക്കുന്ന ട്രസ്റ്റാണ്. അപ്പൊ ട്രസ്റ്റിന്റെ പൂർണ്ണ സപ്പോർട്ട് എന്തായാലും ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അല്ല, അതൊരു വലിയൊരു ഘടകമാണ് നമ്മുടെ ഇന്നത്തെ ആശ്രമത്തിന്റെ വിജയകരമായ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ട്രസ്റ്റിന്റെ ആ ഒരു ഇടപെടലുകൾ വളരെ വളരെ നിർണായകമാണ്. അല്ല, ട്രസ്റ്റ് അത്രയും സ്ട്രോങ് ആയിരിക്കും. കാരണം ഭഗവാൻ ഈ ആശ്രമങ്ങളുടെ എല്ലാം നടത്തിപ്പ് അവകാശം കൊടുത്തിട്ടാണ് ട്രസ്റ്റിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ട്രസ്റ്റ് അതിലെന്തെങ്കിലും ഒരു അമാദം കാണിച്ച ഇത് കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ അതെല്ലാം നിന്ന് വിട്ട് ശക്തമായ രീതിയിലാണ്. ഒരു നല്ല വ്യക്തിത്വങ്ങളാണ് അതിനകത്തുള്ളത്. എല്ലാവരും പരമഭക്തന്മാരാണ്.
സ്വാമിയോട് നമ്മൾ പറഞ്ഞതുപോലെ അനുഭവങ്ങളില്ലാത്ത ഒരാളും ട്രസ്റ്റിനകത്തില്ല. എല്ലാവരും അതെല്ലാം സ്വാമി വെച്ചവരാണല്ലോ. അല്ല, സ്വാമി നേരിട്ട് ഇതെല്ലാം എല്ലാ അതിനകത്തുള്ള ട്രസ്റ്റി അംഗങ്ങളെല്ലാം സ്വാമി വെച്ചവരാണ്. നേരിട്ട് അല്ലാതെ വന്ന ട്രസ്റ്റ് മെമ്പർമാരും ഇതുവരെ ഇല്ല. എല്ലാം സ്വാമി വെച്ച ആൾക്കാരാണുള്ളത്. അപ്പം അതുകൊണ്ട് അവരങ്ങനെ കഴിവുള്ളവരെന്ന് കണ്ടിട്ടായിരിക്കുമല്ലോ സ്വാമി അവരെ വെച്ചത്. അപ്പോൾ അവരുടെ ഇതുണ്ട്. അപ്പോൾ ആശ്രമത്തിൻ്റെ കാര്യങ്ങൾ ഏകദേശവും ഭക്തർക്ക് മനസ്സിലായി കാണും. ചിന്താലയ ആശ്രമത്തിനെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ചിന്താലയ ആശ്രമത്തിൻ്റെ കൺവീനറാണ് നമ്മളോട് ഇത്ര സമയം സംസാരിക്കുകയും ആശ്രമത്തിൻ്റെ പൂജാതി കർമ്മങ്ങളും അവിടുത്തെ പ്രവൃത്തിയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം വളരെ ആ ഒരു ആശ്രമത്തിൻ്റെ പൂർണ്ണ ചുമതലയിലാണ്. കാരണം രാവിലെ 4 മണിക്ക് തുറക്കുന്നത് 4 മണി തൊട്ട് അടയ്ക്കുന്നത് വരെയും അവിടുത്തെ ഫുൾ കൺട്രോള് ഇദ്ദേഹത്തിലാണ്. ആ സമയത്തിൻ്റെ തിരക്കിനിടയിലും ഇവിടെ വന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുകയും നമുക്കൊപ്പം പങ്കുചേരുകയും ചെയ്ത ആളിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം. നന്ദി, നമസ്കാരം.